ഹലോ. അപ്പോൾ നമ്മൾ പാട്രിയോട്ട് മൂവി കണ്ടിട്ട് വന്ന് ഇപ്പോഴത്തേ ഉള്ളൂ. അപ്പോൾ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സിനിമ എനിക്ക് തീരെ വർക്കായില്ല, സംഭവം അങ്ങോട്ട് കലങ്ങിയില്ല. അത് എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറയാം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് കൊണ്ടാണ് എന്ന് പറയാം. പക്ഷേ മമ്മൂക്ക ലാലേട്ടൻ കുറേ കാലത്തിന് ശേഷം ഒരുമിക്കുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ, ഉറപ്പായിട്ട് ചെയ്യും. ആ എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെയാണ് പോയത്. പക്ഷേ അങ്ങോട്ട് വർക്കായില്ല സംഭവം. വെച്ചാൽ ഒരു ഭയങ്കര ലാഗായിരുന്നു സിനിമ. പിന്നെ ഒരു കൈയടിക്കാൻ പറ്റിയൊരു സാധനമൊന്നും കിട്ടിയില്ല. കിഡിലും മേക്കിംഗ് ആയിരുന്നു സിനിമേൻ്റെ ക്വാളിറ്റി, അതൊക്കെ അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല, അതൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പക്ഷേ സിനിമയുടെ ആ ഒരു പ്രസൻറ്റേഷൻ എനിക്ക് ലാസ്റ്റോട്ടൊക്കെ ഇത് ഭയങ്കര ക്ലീശ സാധനങ്ങളായിപ്പോയി. ക്ലൈമാക്സ് പരിപാടികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സാധനങ്ങൾ. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഒരു ലാഗാണ്, എന്നാലും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫസ്റ്റ് ഹാഫാണ്. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ അവരൊക്കെ നോർമലി ചെയ്യുന്ന സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. പിന്നെന്താ പറയുക, ലാലേട്ടനൊക്കെ അങ്ങനെ വന്ന് അങ്ങനെ പോയി. ലാലേട്ടൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ നയൻതാരേനൊക്കെ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നതെന്നും മനസ്സിലായിട്ടില്ല. പിന്നെ കുഞ്ചാക്കോവനും അങ്ങനെ പറയാൻ മാത്രമൊന്നും ഭയങ്കര അതൊന്നുമില്ല. ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ ഫഹദ് ഫാസിലിൻ്റെ ഇതേ ഡ്രസ്സ്, ഇതേ കോസ്റ്റ്യൂം, ഇതേ ഡയലോഗുകൾ, ഇതേ ആക്ടിങ് ഞങ്ങൾക്ക് നമ്മൾ വേറെ സിനിമയിൽ കണ്ടതുപോലെ നമുക്ക് ഫീൽ ആവും. ഒരേ സാധനങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. പിന്നെ എന്താ പറയുക, മേക്കിംഗ് ആണ് സിനിമ കുറച്ച് ഹൈ ലെവലിരിക്കുന്നത്. ബാക്കി സ്റ്റോറി ബേസ്, സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ്, സോഷ്യൽ അവയർനെസ്, ഒരു എന്താ പറയുക, മൊബൈൽ ഫോണിനെ പറ്റിയും മിസ്യൂസിനെ പറ്റിയും മൊബൈൽ ഫോൺ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഒരു മെസ്സേജൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റോട്ടൊക്കെ വരുമ്പോഴേക്കും ഒരു ടിപ്പിക്കൽ ക്ലീശേ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കണ്ട തിയേറ്ററിലൊക്കെ ഭയങ്കര ചത്ത അവസ്ഥയായിരുന്നു. ആർക്കൊന്ന് കൈയടിക്കാൻ പോലും പറ്റുന്ന ഒരു സീനിലോ മറ്റോ ഒന്ന് അനങ്ങിയിട്ടു തിയേറ്റർ. അത്രയും ശോകമായിരുന്നു. ഇത് എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാണ് പറയാനുള്ളത്. വർക്കായില്ല, ഒത്തില്ല സിനിമ. നമുക്ക് ഫസ്റ്റ് പോയിട്ട് ഷോക്കായിപ്പോയി. അപ്പോൾ ഇതാ പറയാനുള്ളത്. നിങ്ങൾ വീഡിയോ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബൈ.